എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ഹാർട്ട് സർജറിയെക്കുറിച്ചുള്ള കുറച്ച് ഭയവും അതുപോലെ തന്നെ മിഥ്യാധാരണകളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റും കൺസൾട്ടൻറ്റ് കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലർ സർജൻ ഡോക്ടർ ഗീവർഗീസ് കെ മാത്യു സാറാണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ക്രോണിക് ഹാർട്ട് പേഷ്യൻ്റായിട്ടുള്ള ഒരാൾക്ക് എപ്പോഴാണ് നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി സജസ്റ്റ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഹാർട്ട് ലങ് മെഷീൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്നത്. ഇന്ന് പല തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ഓഫർ ചെയ്യാറുണ്ട്. അതിൽ ഇന്ന് മെജോറിറ്റി ഓഫ് ഇന്ന് ഹാർട്ട് ഓപ്പറേഷൻസ് നടക്കുന്നത്, മേജർ ഹാർട്ട് ഓപ്പറേഷൻസ് നടക്കുന്നത് കൂടുതലും ബൈപ്പാസ് ഓപ്പറേഷൻസ് ആണ്. ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻ നടക്കുന്നത്. അതിന് ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ള ഓപ്പറേഷൻ ഒഴിവാക്കിയുള്ള ചികിത്സകൾ സാധ്യമാകാതെ വരികയോ അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചമായ ട്രീറ്റ്മെൻറ്റ് സർജറിക്ക് കൊടുക്കാൻ കഴിയുന്ന അവസരങ്ങളിലാണ് നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി കൂടി അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതുകൂടാതെ ഓപ്പൺ ഹാർട്ട് സർജറി ഹൃദയത്തിൻ്റെ മറ്റ് അസുഖങ്ങൾക്കൊക്കെ ചെയ്യാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് വാൽവുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ്. അത് ഹൃദയത്തിനുള്ള വാൽവുകളുടെ ചുരുക്കമോ അല്ലെങ്കിൽ വാൽവിൻ്റെ പ്രവർത്തനം മോശമായി അതിന് ലീക്കോ വരുന്ന സാഹചര്യങ്ങളിൽ അത് മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ്, റീപ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ അയോട്ടിക് വാൽവ്, നമ്മുടെ ഹൃദയത്തിലേക്ക് പുറത്തേക്ക് രക്തം പോകുന്ന കൺട്രോൾ ചെയ്യുന്ന അയോട്ടിക് വാൽവിൻ്റെ ഉണ്ടാകുന്ന ചുരുക്കമോ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ലീക്കോ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മൾ സാധാരണയായി ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാറുണ്ട്. ഇതുകൂടാതെ മറ്റ് ഹൃദയത്തിൻ്റെ മേജർ രക്തധമനികൾ, അയോട്ട ഒക്കെ ഉണ്ടാകുന്ന അന്യൂറിസംസ്, അതിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ആവശ്യമാകാറുണ്ട്. ഇതാണ് പ്രായമായവരിൽ സാധാരണ ചെയ്യുന്ന ഓപ്പൺ ഹാർട്ട് സർജറി ഇങ്ങനെയാണ്. അതുകൂടാതെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, കുട്ടികളിൽ ജനിതക വൈകല്യങ്ങൾ മൂലം ഉണ്ടാകുന്ന ഹൃദയഭിത്തികളിലുള്ള ദ്വാരങ്ങൾ, ഹൃദയത്തിൻ്റെ വാൽവുകൾക്കുള്ള തകരാറുകൾ, അങ്ങനെയുള്ള കോംപ്ലക്സ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിലൊക്കെ ഓപ്പൺ ഹാർട്ട് സർജറി ഉപയോഗിക്കാറുണ്ട്. ഡോക്ടർ, ഓപ്പൺ ഹാർട്ട് സർജറി പലപ്പോഴും സജസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസ് അത് ഭയം കാരണം നീട്ടിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ഭയക്കേണ്ടതായിട്ടുണ്ടോ സർജറി? ഓപ്പൺ ഹാർട്ട് സർജറി ഡെഫിനറ്റ്ലി വളരെ മേജർ ഓപ്പറേഷൻസ് ആണ്. മറ്റ് പല ഓപ്പറേഷനുകളെ അപേക്ഷിച്ചും കുറച്ചുകൂടെ വലിയ സങ്കീർണതകളുള്ള ശസ്ത്രക്രിയകളാണ്. എന്നാൽ ഇന്ന് ഓപ്പൺ ഹാർട്ട് കാർഡിയാക് സർജറിയിലുള്ള നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ടെക്നോളജിയും വളർന്നതനുസരിച്ച് ഇന്ന് മറ്റു ഓപ്പറേഷൻസ് പോലെ തന്നെ അതേപോലെ വളരെ സേഫായിട്ട്, വളരെ സുരക്ഷിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെൻറ്റായി ഓപ്പൺ ഹാർട്ട് സർജറി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ബൈപ്പാസ് ഓപ്പറേഷനുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മേജർ ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ബൈപ്പാസ്, CABG എന്ന് പറയുന്ന കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറിയാണ്. ഇന്ന് പൊതുവേ ഒരു കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറിയുടെ റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം 1%, 1-2% താഴെയാണ് അതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്ന 98-99% ആൾക്കാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബെനിഫിറ്റും ആ സർജറിയിൽ കൂടി പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാനും സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് മറ്റേത് ഓപ്പറേഷൻ പോലെ ഇതിൻ്റെ ആ റിസൾട്ടും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓപ്പറേഷൻ ഇങ്ങനെയുള്ള പ്രൊസീജിയറുകളിലുള്ള എക്സ്പീരിയൻസ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇതിനെ സാങ്കേതികവിദ്യ, അതുപോലെ ഹാർട്ട് ലങ് മെഷീനും കാർഡിയോപൾമണറി ബൈപ്പാസും തുടർന്നുള്ള പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞുള്ള കെയറിലും ഒക്കെ ഉണ്ടായിട്ടുള്ള സാങ്കേതിക വിദ്യ വളരെയധികം മെച്ചമായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, ഓപ്പറേഷൻ കഴിഞ്ഞും കെയർ ചെയ്യുന്ന നമ്മുടെ നഴ്സസ്, മറ്റ് അലൈഡ് ഹെൽത്ത് വർക്കേഴ്സിൻ്റെയൊക്കെ ആ ഒരു എക്സ്പെർട്ടീസ് വർദ്ധിച്ചു വന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഇത് വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഓപ്പറേഷനായിട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിന് അതിൻ്റേതായ സങ്കീർണതകളുണ്ട്. അതുകൊണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം, അത് സർജൻ മാത്രമല്ല, സർജറി, കാർഡിയക് സ്പെഷ്യലായിട്ട് കാർഡിയക് അനസ്തെറ്റിസ്റ്റ്, പിന്നെ പെർഫ്യൂഷനിസ്റ്റ്, പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ച നഴ്സസ്, ഇങ്ങനെ ഒരു വലിയ ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സങ്കീർണതകൾ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള റിസൾട്ട് ഓപ്പൺ ഹാർട്ട് സർജറികളിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുമ്പോൾ അത് ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് നമ്മൾ വളരെ സേഫായിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് തന്നെയാണ്. മാത്രമല്ല, ഈ ഓപ്പൺ ഹാർട്ട് സർജറി സജസ്റ്റ് ചെയ്യുന്ന രോഗാവസ്ഥയിൽ ഈ
ഇത് ആ ഒരു റിസ്ക് ടു ലൈഫ് നമുക്ക് ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് കൊണ്ടോ അല്ലെങ്കിൽ വാൽവ് മാറ്റി വെക്കുന്നത് കൊണ്ടോ നമുക്ക് മാറ്റാൻ സാധിക്കും. പ്രത്യേകിച്ചും വളരെ സങ്കീർണമായ വളരെ ടൈറ്റായിട്ടുള്ള രക്തധമനികളിൽ തടസ്സങ്ങളുള്ളവരിൽ അവർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക്കോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ മോശമാകാനുള്ള റിസ്ക്കോ ഓപ്പൺ ഹാർട്ട് സർജറിയോട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ലോങ് ടേം പ്രോഗ്നോസിസ്, സർവൈവൽ അഡ്വാൻറ്റേജ് ഈ ഓപ്പൺ ഹാർട്ട് സർജറി കൊണ്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇതിനെ ഈ മിഥ്യാധാരണകൾ മാറ്റിവെച്ച് എവിടെയാണോ അത് ആവശ്യമായിട്ടുള്ളത് അവിടെ തീർച്ചയായും ഇത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് രോഗിയുടെ തുടർന്നുള്ള ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഡോക്ടർ, ഈ ഹാർട്ട് ഓപ്പറേഷൻസിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു വളരെയധികം പല ഇൻഡിക്കേഷൻസിനാണ് നമ്മൾ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന ബൈപ്പാസ് ഓപ്പറേഷൻസ് ആണ്. എന്നാൽ എല്ലാ ബൈപ്പാസ് ഓപ്പറേഷനുകളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇന്ന് നമ്മളുടെ ഇടയിൽ കൊറോണറി ആർട്ടറി ഡിസീസ്, രക്തധമനികളിലുള്ള തടസ്സങ്ങൾ വളരെ വ്യാപകമായുള്ളത് കാരണം ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ഈ രക്തക്കൊഴലുകളുടെ ക്വാളിറ്റിയാണ്. പലപ്പോഴും പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഭാഗത്ത് കേരളത്തിൽ കാണുന്ന ഒരു കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫ്യൂസായിട്ട് രക്തധമനികളുടെ പല ഭാഗങ്ങളിലും ബ്ലോക്കുകളുണ്ട്. പ്രത്യേകിച്ചും ഇത് ഒരു ഡയബറ്റിസ് വളരെ വ്യാപകമായി നമ്മുടെ ഇടയിലുള്ളതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനുണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡ് തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. അതാണ് ഇന്ന് ബൈപ്പാസ് ഓപ്പറേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച്. എന്നാൽ നമ്മളിന്ന് വളരെ ഇഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള ബൈപ്പാസുകളും ചെയ്യാറുണ്ട്. കൊറോണറി എൻഡാട്രെക്ടമി എന്ന് പറയുന്ന അഡ്വാൻസ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ബൈപ്പാസുകൾ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ഒരു മെയിൻ പ്രശ്നം, പല പേഷ്യൻസും നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറിക്കായിട്ട് കടന്നു വരുമ്പോൾ അവരുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ വളരെ മോശമായിരിക്കും. ഹാർട്ടിൻ്റെ പമ്പിങ് തീരെ കുറഞ്ഞു പോയിരിക്കാം. ഇത് സാധാരണ ഒരു നോർമൽ പമ്പിംഗ് ഉള്ള ഹാർട്ടുള്ള ആളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം സങ്കീർണതയുണ്ട്. അതിൻ്റേതായ അഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്കുകളും സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കേണ്ടി വരാം. അതുമാത്രമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞുള്ള റിക്കവറിയും കുറച്ചുകൂടെ അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ കെയർ വേണം. അവരുടെ റിക്കവറി കുറച്ചുകൂടെ സങ്കീർണമായിരിക്കും, കുറച്ചുകൂടെ ഡിലേഡ് ആയിരിക്കും. പിന്നെ മൂന്നാമതൊരു ഇതെന്ന് പറയുന്നത്, ഇന്ന് പൊതുവെ കൂടുതൽ പ്രായമുള്ളവർ നമ്മുടെ ഇടയിൽ ആയുർദൈർഘ്യം കൂടി വരുന്നതനുസരിച്ച് ഇന്ന് നമ്മൾക്ക് ഓപ്പറേഷനായിട്ട് കടന്നു വരുന്ന രോഗികളുടെ പ്രായവും കൂടിയിട്ടുണ്ട്. പ്രായം മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രായം ഒരു ഓപ്പറേഷനൊരു തടസ്സമല്ല. അതിന്ന് കൂടുതലായും ലേറ്റ് 70s 80s ഓപ്പൺ ഹാർട്ട് സർജറി ബൈപ്പാസിനായും മറ്റു ഓപ്പൺ ഹാർട്ട് സർജറിയുമായിട്ട് കടന്നു വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കടന്നു വരുന്ന മിക്കവർക്കും നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഓപ്പറേഷൻ ചെയ്യാനും നല്ല പ്രശ്നങ്ങളില്ലാതെ റിക്കവർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രായം കൂടിയവരിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് അതിൻ്റേതായ സങ്കീർണതകളും നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻസ്, പ്രീ ഓപ്പറേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമാണ്. പിന്നെ നാലാമതായിട്ടുള്ളത്, അതും ഈ പ്രായം കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, മറ്റ് പല കോമോർബിഡിറ്റീസ്, മറ്റ് പല അസുഖങ്ങളും. അത് മറ്റ് അവയവങ്ങളുടെ കിഡ്നി ഡിസീസ് ആയിരിക്കാം, നേരത്തെ സ്ട്രോക്ക് ഉണ്ടായവരായിരിക്കാം, പിന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഹെവി സ്മോക്കിംഗ് മൂലമോ അല്ലെങ്കിൽ ആസ്മ, അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഇഷ്യൂസ്, മറ്റ് പല അസുഖങ്ങളും ഉള്ളവർക്കാണിപ്പോൾ നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റ് ഓർഗൻ സിസ്റ്റത്തിൻ്റെ കോമോർബിഡിറ്റീസ് ഈ ഓപ്പറേഷന് ഡെഫിനറ്റ്ലി ചലഞ്ചിങ് ആകും. അതിനെല്ലാം പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രീ ഓപ്പറേറ്റീവ് വർക്കപ്പ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അതിനെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാം. എല്ലാം പൂർണ്ണമായിട്ട് മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നത് മൾട്ടി ഡിസിപ്ലിനറി ഒരു അപ്രോച്ച് വേണ്ടി വരും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, മറ്റ് സ്പെഷ്യാലിറ്റിയുള്ള ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് വേണ്ടി വരും. അങ്ങനെയാണ് അവരെ നമ്മൾ ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായ ഓപ്പറേഷന് തയ്യാറാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ പോലും, ഈ പ്രായമുള്ളവരിലും മറ്റ് മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ളവരിലും പോലും വളരെ സേഫായിട്ട് ഇന്ന് സർജറി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് പ്രത്യേകമായിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ അവർക്ക് കെയറും റീഹാബിലിറ്റേഷനും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം അപ്രോച്ചിൽ കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള സങ്കീർണമായ പേഷ്യൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഈ ഹാർട്ട് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വാൻസസ് എന്തൊക്കെയാണ്? വളരെ സിക്കായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മളപ്പം എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് വളരെയധികം സങ്കീർണതകളുള്ള പേഷ്യൻസാണ് ഇന്ന് ഓപ്പൺ ഹാർട്ട് സർജറിക്കായിട്ട് കടന്നു വരുന്നത്. പലപ്പോഴും ഒരു മേജർ ഹാർട്ട് അറ്റാക്കിന് ശേഷമോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ
ഹാർട്ടിൻ്റെ പ്രവർത്തനം വളരെ മോശമായവരിലും അതുപോലെ തന്നെ മറ്റ് അവയവങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങളുള്ളതും കിഡ്നി ഫെയിലിയറും ലിവർ ഡിസീസും സ്ട്രോക്കും ഒക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള പേഷ്യൻസാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രത്യേകിച്ചും ഈ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ ഒരു മേജർ അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ രക്തോട്ടക്കുറവ് കാരണം ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു പോയവരുണ്ടാവും. അതുപോലെ തന്നെ വാൽവുകളുടെ പ്രവർത്തനം മോശമായത് കാരണം ഹാർട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ഹാർട്ടിനുണ്ടാകുന്ന മസിലിനുള്ള വീക്ക്നെസ്, ഇങ്ങനെയുള്ള പേഷ്യൻസ് പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് നമ്മൾ ഈ പമ്പിങ് കുറവുള്ളവർക്ക് നമ്മൾ മെക്കാനിക്കൽ സപ്പോർട്ട്, ഹാർട്ടിൻ്റെ പ്രവർത്തനം സപ്പോർട്ട് ചെയ്യാനായിട്ട് മെക്കാനിക്കൽ സപ്പോർട്ട് ആവശ്യമായി വരാം. അതിന്ന് വളരെ നമ്മൾ കുറച്ച് കൂടുതൽ വ്യാപകമായിട്ട് മെക്കാനിക്കൽ സപ്പോർട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ഇൻട്രായോട്ടിക് ബലൂൺ പമ്പാണ്. അത് പുതിയ കാര്യമല്ല, ഹാർട്ടിൻ്റെ പമ്പിങ് സപ്പോർട്ട്. ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് എന്നുള്ള നമ്മുടെ കാലിലെ രക്തധമനികളിൽ കൂടി മേജർ രക്തക്കുഴലിനകത്ത് ബലൂൺ ഇട്ട് വെക്കുന്ന ഒരു ടെമ്പററി സപ്പോർട്ടുണ്ട്. അതിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് എക്മോ എന്ന് പറയുന്നത്. എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷനാണ്. ഹാർട്ടിനും ലങ്സിൻ്റെയും പ്രവർത്തനം, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സങ്കീർണമായ ഓപ്പറേഷന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിയുമ്പോഴോ ഹാർട്ടും ലങ്സും ഒക്കെ റിക്കവർ ചെയ്യാൻ സമയമെടുക്കുമെങ്കിൽ ആ സമയത്ത് നമുക്ക് ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്കുള്ള രക്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെയൊരു ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ ഹാർട്ട് ലങ് മെഷീൻ പോലെ തന്നെ ഒരു മിനിയേച്ചറൈസ്ഡ് ഹാർട്ട് ലങ് മെഷീനാണ്. അത് പേഷ്യൻറ്റിനെ നമ്മൾ ഓപ്പറേഷന് ശേഷം ശരീരത്തിലെ രക്തം പുറത്തു പോയി ഓക്സിജനേറ്റ് ശുദ്ധീകരിച്ച് തിരിച്ച് കൊടുക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഹാർട്ടിനും ലങ്സിനും ഒക്കെ റെസ്റ്റ് കൊടുക്കാൻ സാധിക്കുകയും ഈ റിക്കവറി സാധിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ചില പേഷ്യൻസിന് ഓപ്പറേഷൻ കഴിഞ്ഞ് റീനൽ കിഡ്നിയുടെ പ്രവർത്തനം ഓപ്പറേഷൻ മുമ്പ് തന്നെ മോശമായിരിക്കാം. അത് ഇങ്ങനെയുള്ള സങ്കീർണമായ ഓപ്പറേഷനുകൾക്ക് ശേഷം കിഡ്നിയുടെ പ്രവർത്തനം ക്ഷീണമാകും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം റീനൽ സപ്പോർട്ട് വേണ്ടി വരാം. അത് കൺവെൻഷണൽ ഡയാലിസിസിന് അപ്പുറമായിട്ട് ഇപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് CRRT എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറപ്പി. ഒരു സാധാരണ ഡയാലിസിസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനെയുള്ള സിക്കായിട്ടുള്ള പേഷ്യൻസിൽ, അത് പേഷ്യൻ്റ് എക്മോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പേഷ്യൻസിൽ പോലും ആ എക്മോ സർക്യൂട്ടിൽ നമുക്ക് CRRT പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീനൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ അപ്പുറമായിട്ട് ഇന്ന് കീഹോൾ ടെക്നിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ ഓപ്പറേഷൻസും അത് സെലക്റ്റഡ് പേഷ്യൻറ്റിൻ്റെ ഒരു പ്രൊഫൈൽ മനസ്സിലാക്കി പല പേഷ്യൻസിനും നമുക്ക് പ്രത്യേകിച്ചും മറ്റ് പല മോർബിഡിറ്റിയും ഉള്ളവരിൽ ഒരു കൺവെൻഷണൽ ഓപ്പറേഷൻ ഒഴിവാക്കി നമുക്ക് മിനിമലി ഇൻവേസീവ് അഥവാ കീഹോൾ ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും. അത് ബൈപ്പാസ് ഓപ്പറേഷനുകൾ ചെയ്യാൻ സാധിക്കും, വാൽവ് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും, ജനിതക വൈകല്യങ്ങൾക്കുള്ള ചികിത്സയും അങ്ങനെ ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് സാങ്കേതിക വിദ്യ കൂടി വന്നതുകൊണ്ടും അത് പുതിയ ടെക്നോളജി വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയതുകൊണ്ടും ഇങ്ങനെയുള്ള സിക്കായിട്ടുള്ള പേഷ്യൻസ്, വളരെ സിക്കായിട്ട്, അതായത് അഡ്വാൻസ്ഡ് ഹാർട്ട് ഫെയിലിയറിലും അഡ്വാൻസ്ഡ് ഓർഗൻ ഡിസ്ഫങ്ഷനും അല്ലെങ്കിൽ ഒരു ഡീകോമ്പൻസേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് പോലും നമുക്ക് ഇഫക്റ്റീവായിട്ട് ഒരു നല്ല ഔട്ട്കം കിട്ടത്തക്ക രീതിയിൽ ഇന്ന് ഓപ്പൺ ഹാർട്ട് സർജറികൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഹാർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. താങ്ക് യു ഡോക്ടർ.